ലോകത്ത് ഇപ്പൊ ഈ വർത്തമാനകാലത്ത് തന്നെ നടക്കുന്ന ഏക കൂട്ടക്കുരുതിയല്ല ഇത്, വംശഹത്യയുമല്ല ഇത്. സിറിയയിൽ, ഇറാഖിൽ ഒക്കെ യസീദികൾ എന്ന് പറയുന്ന വംശത്തെ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കി അതിക്രൂരമായിട്ടുള്ള ആക്രമണം നടന്നു. തൊട്ടപ്പുറത്ത് താലിബാനിൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം പോലും, താലിബാൻ ഭരണത്തിൽ അഫ്ഗാനിസ്ഥാനിൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം പോലും നിഷേധിക്കുന്ന സാഹചര്യമുണ്ട്. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നു. ഇതിനൊക്കെ എതിരെ പ്രതിഷേധിക്കാൻ, ഈ തരത്തിലുള്ള പ്രകടനങ്ങൾ നടത്താൻ എന്തുകൊണ്ട് ഒരു ദേശീയ പാർട്ടിയായിട്ടുള്ള CPM തയ്യാറാവുന്നില്ല എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ലേ? ഒരു കാര്യം മറ്റടുത്ത ചോദ്യം ചോദിക്കില്ല. ആ ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല. ഇപ്പോൾ ബംഗ്ലാദേശിലടക്കം അവിടുത്തെ ന്യൂനപക്ഷമായ ഹിന്ദു ജനവിഭാഗത്തിൽപ്പെട്ടവർ ആക്രമിക്കപ്പെട്ടപ്പോൾ ഏറ്റവും ആദ്യം അതിനെതിരെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയതും പാർലമെന്റിൽ അതുമായി ഉന്നയിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ഉന്നയിച്ചതും എല്ലാം CPM എംപിമാരാണ്. ഞങ്ങൾ അതിശക്തമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഈ ലോകത്തെ മുഴുവൻ ഒന്നായി കാണാനുള്ള വസുദൈവ കുടുംബകം എന്ന തിയറിക്ക് വിരുദ്ധമായിട്ടുള്ള ഏകപക്ഷികമായിട്ടുള്ള സങ്കുചിത താല്പര്യത്തിന്റെ ഭാഗമായി തന്നെ പറഞ്ഞതാണ്. ഇവിടെ ലോകത്താകമാനമുള്ള സാഹചര്യങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് പരിശോധിച്ചുകൊണ്ട് പ്രതിഷേധിക്കേണ്ടതാണെങ്കിൽ പ്രതിഷേധിക്കാനും അനുകൂലമായി പ്രതികരിക്കേണ്ടതാണെങ്കിൽ അങ്ങനെ പ്രതികരിക്കാനും എല്ലാം അതാത് സമയത്ത് നിലപാട് സ്വീകരിക്കുന്ന സംഘടനയാണ് CPM. ആമസോൺ കാർഡിന് തീ DYFI ഇവിടെ പ്രതിഷേധ പ്രകടനം നടത്തും എന്ന രൂപത്തിൽ ഞങ്ങളെ കളിയാക്കിയ പല ചർച്ചകളും ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ. കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്നു. CPMന്റെ കാര്യത്തിൽ അവർ ഇങ്ങനെയുള്ള പരിപാടികൾ തീരുമാനിക്കുന്ന കാര്യത്തിലുള്ള ഇരട്ടത്താപ്പ് മാത്രമാണ് വിമർശന വിധേയമാവുന്നത്. ശ്രീ അരുൺകുമാർ പറയുന്നത് ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഞങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ അഭിപ്രായം പറയാറുണ്ട്. 2020 ചൈനയുമായിട്ട് ഇന്ത്യക്ക് ബോർഡർ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്ന സമയത്ത്, ഗാൽവാൻ സ്റ്റാൻഡ് ഓഫ് ഉണ്ടായിരുന്ന സമയത്ത് ഒന്നും CPM അഭിപ്രായമില്ല. ചൈനയ്ക്കെതിരെ CPM എവിടെയെങ്കിലും റോട്ടിലേക്ക് പ്രകടനം നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇസ്രായേലിന്റെ പ്രകടനം നടത്താനുള്ള മൂർച്ച നിങ്ങൾക്ക് ചൈനയ്ക്കെതിരെ, സൗദിക്കെതിരെ സംസാരിക്കുന്നുണ്ടാവില്ല. കാരണം 1962 യുദ്ധം നടന്ന സമയത്ത് ഇതൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യവും ഒരു ബൂർഷ്വാ ജനാധിപത്യ രാജ്യവും തമ്മിലുള്ള യുദ്ധമാണ്. അതിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിനൊപ്പം നിൽക്കേണ്ടതാണ് അന്താരാഷ്ട്ര കമ്മ്യൂണിസ്റ്റ് സമൂഹത്തിന്റെ ബാധ്യത എന്നൊക്കെ തത്വശാസ്ത്രം പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് ഇവർ. ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറഞ്ഞു ആമസോൺ കാർഡിൽ തീപിടുത്തം ഉണ്ടായാൽ പോലും പ്രതിഷേധിക്കുന്നവരാണ് ഞങ്ങൾ എന്നുള്ള ആക്ഷേപം ഞങ്ങൾക്ക് ഉണ്ട്. നിങ്ങൾക്ക് ആമസോൺ കാർഡിൽ തീപിടുത്തത്തിന് നേരെ പ്രതിഷേധിച്ച് കഴിഞ്ഞാൽ ആരും നിങ്ങളോട് തെറ്റില്ലാതെ ഉറപ്പ് നിങ്ങൾക്ക് വേണ്ട. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, യമനി പ്രതിസന്ധി ഇന്നുവരെ പ്രതിഷേധിക്കാനുള്ള ധൈര്യം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾക്ക് റോട്ടിലിറങ്ങിയിട്ട് സൗദി അറേബ്യയ്ക്ക് ഒരു മുദ്രാവാക്യം വിളിക്കാനുള്ള ധൈര്യമുണ്ടോ? 5 ലക്ഷം ആളുകൾ ഇതിനോടകം കൊല്ലപ്പെട്ടിട്ടുള്ള സൗദിയുടെ നേതൃത്വത്തിലുള്ള സുന്നി സഖ്യമാണ് അവിടെ യമനിലുള്ള ഇറാന്റെ പിന്തുണയോട് കൂടിയിട്ടുള്ള ഹൗത്തി ഷിയ സഖ്യത്തിനെതിരെ എയർ സ്ട്രൈക്ക് ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വരെ 2015 മുതൽ ഇതുവരെ 88,000 കുട്ടികൾ അവിടെ മരിച്ചിട്ടുണ്ട്. ഇൻഫൻസ് ഓരോ ദിവസവും 80 കുട്ടികൾ അവിടെ മരിക്കുന്നുണ്ടെന്ന ലക്ഷക്കണക്കിന് ആളുകൾ, 40 ലക്ഷം ആളുകൾ ഡിസ്പ്ലേസ്ഡ് ആയത്, 1 ലക്ഷം ആളുകൾ അതിർത്തിയിൽ പോയിട്ട് കുടുങ്ങി നിൽക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്രയും വലിയ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് അവിടെ നിൽക്കുന്നുണ്ട്. ഒരൊറ്റ അക്ഷരം സൗദി അറേബ്യക്കെതിരെ സംസാരിക്കാൻ നാളെ നിങ്ങൾക്ക് പറ്റുമോ? ഇന്ന് ഈ ചർച്ചയിൽ സൗദി അറേബ്യക്ക് നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങൾ പറ്റില്ല. നിങ്ങൾക്ക് ഇസ്രായേലിനെതിരെ സംസാരിക്കാൻ വലിയ ധൈര്യമുണ്ട്. കാരണം ഇസ്രായേലിനെതിരെ സംസാരിക്കുമ്പോൾ നിങ്ങൾ ആരെയാണ് പ്രീണിപ്പിക്കുന്നതെന്നും ആരുടെ സന്തോഷമാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുള്ള കൃത്യമായിട്ടുള്ള വോട്ട് ബാങ്ക് താല്പര്യം മുൻനിർത്തിക്കൊണ്ടാണ് നിങ്ങൾ അത് ചെയ്യുന്നത്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.